Hi students, my name is Fida. ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ട്യൂട്ടറാണ്. ഞാൻ ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു സീ പ്രൊഫൈൽ റൈറ്റിംഗ്. എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതാന്നുള്ളത് നമുക്ക് ഒരു 5 മാർക്സിന് അല്ലെങ്കിൽ 6 മാർക്സിനൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് എഴുതിയാൽ മതി, പക്ഷെ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന, നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ എഴുതാന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. പ്രൊഫൈൽ റൈറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം. എന്താണ് പ്രൊഫൈല്? നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ച് എഴുതാണ് ചെയ്യുക അല്ലേ. സോ പ്രൊഫൈൽ എഴുതുമ്പം നമുക്ക് ഓൾറെഡി അതിൻ്റെ എല്ലാം തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഒരു 90% അതിൽ കണ്ടൻറ്റിൽ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാകും. നമുക്ക് എന്തേ പണിയുള്ളൂ? അതൊന്ന് ഓർഡറിൽ എഴുതുക, അതൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കി സെൻറ്റൻസസ് ആക്കിയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ടാസ്ക്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എഴുതേണ്ട ടൈറ്റിലാണ്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമാണ്, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. നമ്മളുടെ സ്റ്റോറിക്കകത്തോ പോമിനകത്തുള്ള റൈറ്റേഴ്സിനെയാണ് മിക്കവാറും നമുക്ക് പ്രൊഫൈൽ എഴുതാനായിട്ട് തരുന്നത്. അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫൈലായിട്ട് എഴുതാനായിട്ട് തരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ നമുക്കറിയാം നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ ആണ് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം, വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ ആ ആളുടെ പേര് തന്നെ നമുക്ക് ടൈറ്റിലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ പ്രൊഫൈൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ എഴുതുന്ന ആളുടെ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ നമുക്കിവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഞാനിവിടെ ഒരു സ്പേസ്, ഒരു ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഏത് ആളുടെ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഡോക്ടർ അബ്ദുൽ കലാം വാസ് വെരി ഫേമസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആളുടെ ഡെസിഗ്നേഷൻ, ഇപ്പോൾ ആളൊരു സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആളൊരു പൊളിറ്റീഷ്യനാണ്, റൈറ്ററാണ്, മ്യൂസീഷ്യനാണ്, ഫിലിം ആക്ടറാണ്, ഹൂ എവർ ഹി ഈസ് അല്ലെങ്കിൽ ഷീ ഈസ്, വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു റൈറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ആക്ടർ ആണെങ്കിൽ നമുക്ക് അവിടെ ആക്ടർ എന്ന് എഴുതാൽ മതി. അപ്പോൾ എന്താണോ ആളുടെ ഒരു പ്രത്യേകമായിട്ട് ആൾ ഫേമസ് ആയിട്ടുള്ള കാര്യം, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി ചില ആൾക്കാരുടെ കേസിൽ നമുക്ക് അയാൾ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല ഫേമസ് ആയത്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് നോട്ട് ഓൺലി എ സയൻറ്റിസ്റ്റ് ബട്ട് ഓൾസോ എ പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അതായത് ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ആളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെൻറ്റൻസ് തന്നെ യൂസ് ചെയ്യാം. ഹി വാസ് അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് നോട്ട് ഓൺലി എ പൊളിറ്റീഷ്യൻ ബട്ട് ഓൾസോ എ സയൻറ്റിസ്റ്റ്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹി ഓർ ഷീ വാസ്, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പേഴ്സൺ ഒരു ലേഡി ആണെങ്കിലോ അല്ലെങ്കിൽ മെയിൽ ആണ്, രണ്ടാണെങ്കിലും നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഹി ഓർ ഷീ എന്ന് കൊടുത്തത്. വാസ് ബോൺ ഓൺ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും, ബോൺ ഓൺ ആണോ ഇന്നാണോ എന്ന് ചോദിച്ചിട്ട്. എപ്പോഴാണ് നമ്മൾ ഓൺ എഴുതേണ്ടത്? ഡേറ്റ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പം 2 ജൂലൈ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓൺ കൊടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജനിച്ച സ്ഥലമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബോൺ ഇൻ അമേരിക്ക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ എന്ന് എഴുതാം. സോ ഹി അല്ലെങ്കിൽ ഷീ വാസ് ബോൺ ഓൺ 2 ജൂലൈ ഓർ ബോൺ ഇൻ അമേരിക്ക. ഇനി അതല്ല, നമ്മളൊരു ഈ ഇതൊന്നുമില്ല, 2000 എന്ന് ഇയർ ആണ് കൊടുക്കുന്നതെങ്കിലോ നമുക്ക് ഇൻ എഴുതാം. അപ്പോൾ ഇത് പ്രൊഫൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇയർ ആണെങ്കിൽ അതിന് മുമ്പ് എഴുതേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആണ്. അല്ല നമ്മൾ ഡേറ്റ് ഇപ്പം 2nd 21st എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ എന്ന് എഴുതണം. ഇനി പ്ലേസ് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ അമേരിക്ക, അങ്ങനത്തെ പ്ലേസ് ആണെങ്കിൽ നമുക്കത് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ 2 സെൻറ്റൻസും ഏതൊരു പ്രൊഫൈലും നിങ്ങൾക്ക് ആദ്യത്തെ 2 സെൻറ്റൻസ്, ആദ്യത്തെ 2-3 പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മൾ എഴുതേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇപ്പം നമ്മളൊരു റൈറ്റർ ആണെങ്കിൽ അവരുടെ മേജർ വർക്ക്സ് നമുക്ക് എഴുതാം. ഇനി ആളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ലീഡർ ആണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് എഴുതാം. ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഇൻവെൻഷൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഹൂ എവർ ഹി വാസ് ഓർ ഷീ വാസ്, വി ക്യാൻ റൈറ്റ് അവർ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ മേജർ വർക്ക്സ്. ഇപ്പോൾ ഒരു ആക്ടർ ആണെങ്കിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസ്, ഒരു ഡയറക്ടർ ആണെങ്കിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസ്, ഇങ്ങനെ വാട്ട് എവർ കോൺട്രിബ്യൂഷൻസ് ദേ മെയ്ഡ് അത് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത്
അച്ചീവ്മെൻറ്റ്സ് ഓർ അക്കംപ്ലിഷ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന പേഴ്സണാലിറ്റീസ് ഒക്കെ തന്നെ മിക്കവാറും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാഷണൽ ലെവൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സും അക്കംപ്ലിഷ്മെൻറ്റ്സുമാണ് നമുക്ക് എന്ത് എഴുതേണ്ടത്, നെക്സ്റ്റ് എഴുതേണ്ടത്. ഇതൊക്കെ നമുക്ക് എവിടെ തന്നിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അറിയുന്നവരാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തരാത്തത് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അച്ചീവ്മെൻറ്റ്സ് അക്കംപ്ലിഷ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത് ആദ്യം സ്റ്റേറ്റ് അവാർഡ് എഴുതുക പിന്നെ നാഷണൽ അവാർഡ് എഴുതുക ചെയ്യരുത്. ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും വലുതുണ്ടാവുമല്ലോ, അത് നമ്മൾ ആദ്യം എഴുതണം. ഏറ്റവും ഫസ്റ്റ് നമുക്കിപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ അത് എഴുതണം, അല്ലെങ്കിൽ ജുക്കർ അങ്ങനത്തെ പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അത് എഴുതണം. അപ്പോൾ ആ ഒരു ഓർഡറിൽ വേണം ഇത്തരത്തിലുള്ള അവാർഡ്സും അക്കംപ്ലിഷ്മെൻറ്റ്സും ഒക്കെ എഴുതാനായിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് നമുക്ക് സ്പെസിഫിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് വ്യക്തിനെ കുറിച്ച് എഴുതാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഹി വാസ് എ ഗുഡ് പേഴ്സൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരുപാട് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള സെൻറ്റൻസസും എഴുതിയിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് നമുക്കുള്ള കാര്യം ഇതിനൊരു കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ കൊടുക്കുന്ന സമയത്ത് ആ ആളെക്കുറിച്ചുള്ള നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ബോൺ എന്ന് പറഞ്ഞില്ലേ, ഹി വാസ് ബോൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹി വാസ് ഓർ ഷീ വാസ് ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി അല്ല ആൾ മരിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ ഇപ്പോഴും ആൾ എന്ത് ചെയ്യുന്നു, കറൻ്റ്ലി ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു സെൻറ്റൻസിൽ നമുക്കത് എൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺക്ലൂഷൻ ശ്രദ്ധിക്കണം. മരിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ആ മരിച്ച ഡേറ്റ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഹീ സ്റ്റിൽ അലൈവ് ഇൻ അവർ മൈൻഡ്സ്ന്നോ അല്ലെങ്കിൽ ആർ റീഡേഴ്സ് ഹാർട്ട്സ്ന്നോ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷനിൽ എഴുതാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ആൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു കറൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളതും കൂടെ എഴുതിയിട്ട് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് പേപ്പറിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് CV രാമൻ എന്ന് പറഞ്ഞിട്ട് വിത്ത് ഗിവൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ പേരുണ്ടായിരിക്കും, CV രാമൻ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, കരിയർ, അവാർഡ്സ്, അതുപോലെ ഡേറ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവരുടെ പ്രത്യേകമായിട്ടുള്ള കരിയർ ബേസ് ചെയ്തിട്ടോ കിട്ടിയിട്ടുള്ള അവാർഡ് ബേസ് ചെയ്തിട്ടൊക്കെ ഓരോരുത്തരുടെയും ഈ ഡീറ്റെയിൽസും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് ആദ്യം പേരറിയാം, നമുക്ക് CV രാമൻ എന്ന് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആരാണ്, അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സെൻറ്റൻസ് എഴുതാം. ദെൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ഹി വാസ് ബോൺ ഓൺ 7th November 1888 ഇൻ ചെന്നൈ. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ. പിന്നെ എന്ത് എഴുതണം, എഡ്യൂക്കേഷനാണ്. അതുപോലെ ചില കേസിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അവരുടെ പാരൻസിനെ കുറിച്ച് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് പാരഗ്രാഫിലൊക്കെ തന്നെ ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ആൾ എവിടെയാണ് ജനിച്ചത്, ആളുടെ പാരൻസിനെ കുറിച്ച്, ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഹിയർ. അതിനുശേഷം ആളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, ഇപ്പം ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് പ്രസിഡൻസി കോളേജ് ചെന്നൈ. സോ നമുക്ക് എന്ത് എഴുതാം, ഹി ഗ്രാജുവേറ്റഡ് ഫ്രം പ്രസിഡൻസി കോളേജ് ചെന്നൈ ഇൻ ദ ഇയർ 1907. ഇതുപോലെ നമുക്കതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ജോയിൻഡ് ഇന്ത്യ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർച്ച്. ആളുടെ കരിയർ തന്നെ ആരുടെ ഇതിലായിരുന്നു, ഇന്ത്യൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർച്ചിലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത സെൻറ്റൻസ് എഴുതാം. ദെൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഫസ്റ്റ് ഏറ്റവും പ്രൈം ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇയർ ഒരു ഓർഡറിൽ നമുക്കത് എഴുതാനായിട്ട് പറ്റും. ഈ ഓരോ അവാർഡിനും ഓരോ ഇയർ ഉണ്ടായിരിക്കും. ഇപ്പം നോബൽ പ്രൈസ് കിട്ടിയത്, ഭാരത് രത്ന നേടിയ അവാർഡ്, ഫ്രാങ്ക്ലിൻ മെഡൽ കിട്ടിയിട്ടുള്ള വർഷം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിൻ്റെ മറ്റെന്തെങ്കിലും കോൺട്രിബ്യൂഷൻസോ അക്കംപ്ലിഷ്മെൻറ്റ്സോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ വല്ല ഫേമസ് കോഡ്സും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതാം. അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഫേമസ് കോഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. ഇഫ് ഇറ്റ് ഈസ് സച്ച് എൻ ഇൻസ്പയറിംഗ് തിങ് നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് ഡേറ്റ് നമുക്കൊരു സെൻറ്റൻസ് പോലെ ഹി വാസ് ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇല്ല
അല്ലെങ്കിൽ ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഉള്ളത്. സോ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നെയിം ടൈറ്റിലായിട്ട് കൊടുക്കുക, പിന്നെ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പാരൻസിനെ കുറിച്ച്, ചൈൽഡിനെ കുറിച്ച് ഉണ്ടെങ്കിൽ, ദെൻ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കരിയർ, കോൺട്രിബ്യൂഷൻസ്, അക്കംപ്ലിഷ്മെൻറ്റ്സ് ഓർ അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എൻഡിലായിട്ട് വരും. കൺക്ലൂഷനിൽ ഡെത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് കിടക്കുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച്, പിന്നെ ആളുടെ ഇപ്പം ഒരാൾ ബയോഗ്രഫിയൊക്കെ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ, ഓട്ടോബയോഗ്രഫിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺക്ലൂഷനിലൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. പ്രൊഫൈൽ റൈറ്റിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിലെ ഓരോ ഡീറ്റെയിൽസും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റുകയും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് എഴുതാനായിട്ട് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എക്സാംസിന് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫുൾ സ്കോർ ഇതിന് ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അത് എഴുതിയിട്ടുള്ള ആളെ കുറിച്ചുള്ള പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് റെഫർ ചെയ്യാം, അത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ അല്ലാതെ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അക്കാഡമിക് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂമിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങളുടെ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.